ശ്രീ ലിനോ ഇഗ്നേഷ്യസ് 10 ദിവസമായി കണ്ണീരുണങ്ങാതെ തീരം കാത്തിരിക്കുകയാണ് അവരുടെ മടങ്ങിവരവിനായി. ഇന്ന് പൂർണ്ണതോതിൽ മനുഷ്യസാധ്യമായ എല്ലാ വിധത്തിലും തെരച്ചിൽ നടക്കുന്നു എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന തിരച്ചിലിൽ നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? ലിനോ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. നമസ്കാരം. ഇന്ന് വളരെ പ്രതിസന്ധി നിറഞ്ഞതും വളരെ വലിയ ഒരു വിഷമഘട്ടത്തിലും കൂടെയാണ് തീരദേശ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടല്ല ഞങ്ങളുടെ തീരദേശ സമൂഹത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളി ജീവനുകൾ കടലിൽ മീൻ പിടിക്കാൻ പോയതിന്റെ പേരിൽ പൊലിഞ്ഞുപോയത്. ഇത് തികച്ചും സർക്കാർ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥത തന്നെയാണ്. ഞാൻ ഇപ്പൊ പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരിനോ നേരത്തെ ഇരിക്കുന്ന സർക്കാരിനോ ഏതോ UDF LDF ആയിട്ടല്ല. ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത് സിസ്റ്റത്തെയാണ്, സിസ്റ്റത്തെ മാത്രം. ഇപ്പോഴുള്ള സർക്കാരിന്റെ വാദം എന്തെന്നാൽ ഞങ്ങൾ വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ വന്നിട്ട് അതേ 3 മാസമായി, പക്ഷെ ആ സിസ്റ്റം ഇപ്പോഴും അവിടെ തുടരുകയാണ്, ആ ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ കണ്ട ഫിഷറീസ് DD ആണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഞാൻ കാണുന്ന കളക്ടർ തന്നെയാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഞാൻ കാണുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെഡ് തന്നെയാണ് ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തോടാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് മത്സ്യത്തൊഴിലാളി ജീവനുകൾ സംരക്ഷിക്കാനാവുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകാനാവുന്നില്ല? ഈ ഒരു ചോദ്യമാണ് എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്. രണ്ടാമത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് തിരച്ചിൽ സംബന്ധമായ കാര്യം. തിരച്ചിൽ സർക്കാർ സംവിധാനങ്ങൾ പറയുന്നു വളരെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, വളരെ നല്ല തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സർക്കാർ സംവിധാനങ്ങളുടെ വാദം അതാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ സംഭവം നടന്ന് ആദ്യ ദിനം മുതൽ നിങ്ങളുടെ തിരച്ചിൽ എന്തായിരുന്നു? ഈ ഗോൾഡൻ അവേഴ്സിൽ, അതായത് സംഭവം നടന്ന ആ സമയം മുതൽ, അതായത് ഗോൾഡൻ അവേഴ്സ്, ഒരു മത്സ്യത്തൊഴിലാളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട സമയം, ആ സമയത്ത് എവിടെയായിരുന്നു തിരച്ചിൽ? ആ സമയത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തിരച്ചിൽ നടത്താൻ വേണ്ടി ബോട്ട് പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ കളക്ടറെ കണ്ടായിരുന്നു ഈ കഴിഞ്ഞ 6-ാം തീയതി. കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത്, ആ ദിവസം ബോട്ടിന്റെ ടെൻഡർ അവസാനിച്ചു, റെസ്ക്യൂ ഓപ്പറേഷൻ ഇറക്കാൻ വേണ്ടി ബോട്ടില്ല, ഡീസൽ ഇല്ല, കോൺട്രാക്ട് തീർന്ന ആളെ കൺവിൻസ് ചെയ്താണ് റെസ്ക്യൂ ഓപ്പറേഷന് ബോട്ട് DDയുടെ സ്വന്തം റിസ്കിൽ ഇറക്കിയതെന്നാണ് കളക്ടർ പോലും അവകാശപ്പെടുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസ് സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നതിനായി ഒരു ബോട്ടോ ഒരു സംവിധാനമോ ഒരു പ്രോപ്പർ SOP പോലും ഇല്ല. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണം, അവരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ ക്രൈസിസ് നേരിടാൻ വേണ്ടി ഇവർ സജ്ജരായിരിക്കുമായിരുന്നു. സർക്കാരും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഇന്നിതുവരെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയോ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ആപത്തുണ്ടാകുമ്പോൾ അതിന് ആ ക്രൈസിസ് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി ഇന്നിതുവരെ സജ്ജമായിട്ടില്ല. ഓഖി തന്നെ നമുക്കൊരു പാഠമാണ്. ഓഖി ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓഖി ദുരന്തം 2017 സംഭവിച്ച ഓഖി ദുരന്തത്തിൽ പോലും ക്രൈസിസ് മാനേജ്മെന്റിൽ സർക്കാർ സിസ്റ്റവും എത്രമാത്രം ഫെയിലിയർ ആയിരുന്നു. ഇപ്പോൾ ഇവർ തെരച്ചിൽ നടത്തുന്നുണ്ട്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ സെർച്ച് നടത്തുന്നുണ്ട്. ആ സെർച്ച് പോലും ഇൻഎഫിഷ്യന്റ് ആണ്. ഈ കഴിഞ്ഞ 5-ാം തീയതി ഞങ്ങൾ സർക്കാർ ഓഫീസ്, അതായത് ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള ജോണങ്ങളുടെ മകൾ ജിജിയും ജിനിനും ജിത്തുമോളും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള കുറച്ച് യുവജനങ്ങൾ ചേർന്ന് സർക്കാർ ഓഫീസ് ഉപരോധിച്ചതിന്റെ ഫലമായി കൂടെയാണ് അവർ 5-ാം തീയതി കൃത്യമായ ഒരു സെർച്ചിൽ മുതിരുന്നത്. അതിലെനിക്ക് പ്രത്യേകം നന്ദി പറയേണ്ടത് ഈ മാധ്യമ സുഹൃത്തുക്കളോടും മാധ്യമ ചാനലുകളോടുമാണ്. ഞങ്ങൾ കുറച്ചുപേർ ചേർന്ന് നടത്തിയ ആ ഒരു പോരാട്ടത്തെ മുഖ്യധാരയിൽ എത്തിക്കുകയും കേരളത്തിൽ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് സമരം ചെയ്താൽ മാത്രം നീതി ഉറപ്പാക്കുന്ന ഒരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളി സമൂഹം എന്ന് തെളിയിച്ചു. സമരം ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ, ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ എന്നൊരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഈ സമൂഹത്തിനെ ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ശബ്ദം വച്ചില്ല എങ്കിൽ, ഞങ്ങളുടെ നീതി ഞങ്ങൾ ചോദിച്ച് വാങ്ങിയില്ല എങ്കിൽ ഞങ്ങളുടെ സമൂഹത്തെ തിരിഞ്ഞു നോക്കാൻ ഇന്ന് ഒരു സർക്കാരും തന്നെ ഇവിടെയില്ല. ലിനോ, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ ഈ വിഷമഘട്ടത്തിലും തള്ളിവിട്ടു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ ഊർജിതമാണോ, പിഴവുകൾ ഇല്ലാത്തതാണോ? അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ
പ്രക്ഷോഭത്തിന് ശേഷം 4-ാം തീയതി സർക്കാർ ഓഫീസ് ഉപരോധിച്ചതിന് ശേഷമുള്ള പ്രക്ഷോഭത്തിന് ശേഷം ഇവർ നടത്തിയ തിരച്ചിൽ 5-ാം തീയതി DD രാവിലെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. DD കോണ്ടാക്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: 3 മണിക്കൂർ എയർക്രാഫ്റ്റിന്റെ സെർച്ച് ഉണ്ടാകുമെന്ന്. അതായത് തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ 3 മണിക്കൂർ എയർക്രാഫ്റ്റിന്റെ സെർച്ച് ഉണ്ടാകുമായിരുന്നു. ആ നിമിഷം തന്നെ ഞങ്ങൾ റഡാർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ വിമാനം കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് മൊത്തത്തിൽ ഇതിന്റെ സെർച്ച് ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരുന്നു. ഫ്ലൈറ്റ് റഡാറിൽ തന്നെ അതിന്റെ ഡേറ്റ ഉണ്ട്, എനിക്കിപ്പോ കാണിക്കാൻ സാധിക്കും. അതിൽ അരമണിക്കൂർ കൊച്ചിയിൽ നിന്ന് ഇവിടെ വന്നു പോകാനും കൃത്യം 1 മണിക്കൂർ, അതായത് വിഴിഞ്ഞത്തിന് നേരെ വന്ന് നമ്മുടെ നാഗർകോവിലിന് നേരെയുള്ള കടലിൽ പോയി കൃത്യം 3-4 റൗണ്ട് അടിച്ച് 1 മണിക്കൂർ സെർച്ച് നടത്തിയിട്ട് ഈ വിമാനം തിരികെ പോവുകയാണ് ചെയ്യുന്നത്. ആ സെർച്ച് പോലും സെർച്ച് നടത്തി എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു സെർച്ചായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതിനുശേഷം DDയുടെ വൈകുന്നേരത്തെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ വൈകുന്നേരത്തെ അപ്ഡേറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് 2 മണിക്കൂർ സെർച്ച് നടത്തിയെന്നാണ്. രാവിലെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത DD പറഞ്ഞു 3 മണിക്കൂർ സെർച്ച് ഉണ്ടാകുമെന്നും, എന്നിട്ട് തന്ന റിപ്പോർട്ട് പ്രകാരം 2 മണിക്കൂർ സെർച്ച് ഉണ്ടെന്നാണ്. ഞങ്ങൾ ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം ടോട്ടൽ അതിന്റെ സെർച്ച് ടൈം 1.5 മണിക്കൂറായിരുന്നു. അതിൽ വരാനുള്ള അരമണിക്കൂർ മാറ്റി നിർത്തിയാൽ കേവലം 1 മണിക്കൂർ മാത്രമായിരുന്നു സെർച്ച് നടത്തിയത്. ഇനി നമുക്ക് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും വരാം. അതിന്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ കളക്ടറെ കണ്ടായിരുന്നു, കളക്ടറുമായി സംസാരിച്ചു. അപ്പോൾ കളക്ടർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സെർച്ച് നടത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ഈ സെർച്ച് ടൈം, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇവർ ഈ സെർച്ച് ടൈം നടത്തുന്നത് ഓഫീസ് ടൈമിലാണ്. ഒരു മത്സ്യത്തൊഴിലാളിയെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി 24 hours സെർച്ച് നടത്തേണ്ട ഒരു സംവിധാനം ഓഫീസ് ടൈമിലാണ് സെർച്ച് നടത്തുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആദ്യഘട്ടത്തിൽ ഇവർ സെർച്ച് നടത്തിയത് ഇപ്രകാരമായിരുന്നു. എന്നിട്ട് ഇവർ 7-ാം തീയതി വീണ്ടും എയർക്രാഫ്റ്റ് സെർച്ചിന് വന്നായിരുന്നു. എയർക്രാഫ്റ്റ് സെർച്ചിന് വന്ന് ഏകദേശം 1 മണിക്കൂറോളമാണ് വീണ്ടും 1.5 മണിക്കൂറോളമാണ് വീണ്ടും ഇവിടെ സെർച്ച് നടത്തിയത്. അതായത് നമ്മുടെ ആ സമയം ഇവര് പറഞ്ഞത് കുളശല്യം കന്യാകുമാരി ഭാഗത്തായിട്ട് സെർച്ച് നടത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഫാൽക്കൺ 1 എന്ന് പറയുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വിമാനം ആ ദിവസം അതായത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിനും വിഴിഞ്ഞം തുറമുഖത്തിനും നേരെയുള്ള കടലിൽ സെർച്ച് നടത്തുകയാണ് ചെയ്തത്. നമ്മൾ ഇവരോട് ആദ്യ ദിനം മുതൽ ആവശ്യപ്പെടുന്നത്, ഒരു മത്സ്യത്തൊഴിലാളി ആ ദിവസം കാണാതായാൽ ആ ദിവസത്തെ ഒഴുക്ക് കന്യാകുമാരി തമിഴ്നാട് ഭാഗത്തോട്ടാണ്. കടലിൽ പണിയെടുത്ത നമ്മുടെ മത്സ്യത്തൊഴിലാളികളും അഭിപ്രായപ്പെടുന്നത് ആ സ്ഥലത്തോട്ട് തന്നെയായിരിക്കും ഒഴുക്കെന്നാണ്. ആ സ്ഥലത്തോട്ട് സെർച്ച് നടത്താൻ വേണ്ടി നമ്മൾ ഇവരോട് അപകടം സംഭവിച്ച നാൾ മുതൽ ആവശ്യപ്പെടുകയാണ്. എന്നാൽ 7-ാം തീയതി എയർക്രാഫ്റ്റ് നടത്തിയ ഏരിയൽ സെർച്ച് നടത്തിയത് വിഴിഞ്ഞത്തിനും തിരുവനന്തപുരത്തിന് നേരെയുള്ള കടലിൽ സെർച്ച് നടത്തിയിട്ട് അവർ പോവുകയാണ് ചെയ്തത്. തമിഴ്നാട് ഭാഗത്തോട്ട് പോയിട്ടില്ല. ഇത് ലഭിച്ച ഇൻഫർമേഷൻ. ലിനോ, മുഖ്യമന്ത്രി പറഞ്ഞത് ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി പറയുമ്പോൾ പോലും നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്രമാത്രം ജാഗ്രതയോടുകൂടിയുള്ള തെരച്ചിൽ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ല, ഇല്ലേ? ഒരു കാര്യം ഞാൻ അംഗീകരിക്കാം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഇവരുടെ സെർച്ച് എന്ന് പറയുമ്പോൾ ഇവർ 3 ദിവസം സെർച്ച് നടത്തും. നമ്മുടെ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ സെർച്ച് അവസാനിപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. ഇവരിന്ന് 10ാമത്തെ ദിവസമായി. പക്ഷേ സെർച്ച് ആക്ച്വലി പ്രോപ്പർ സെർച്ച് ആരംഭിച്ചത് തന്നെ 5ാമത്തെ ദിവസം മുതലാണ്. അപ്പോ ആ ഒരു ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് അധികം നാൾ കൂട്ടി സെർച്ച് നടത്തുന്നുണ്ട്. അത് നമ്മുടെ പ്രക്ഷോഭത്തിന്റെയും മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തതിന്റെയും കേരള ജനത ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുത്തതിന്റെയും അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണെന്ന് കരുതുന്നു. ലിനോ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ജോണിന്റെ മകളെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന് അറിയുന്നു. സാധ്യമായതെല്ലാം ചെയ്യുമെന്ന ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയെന്നതാണ് അറിയുന്നത്. അതിനു മുൻപ് മാധ്യമങ്ങളെ കാണുമ്പോൾ ആ പെൺകുട്ടിക്ക് ഈ സംവിധാനങ്ങളിൽ നിന്ന് നേരിടുന്ന അവഗണനയെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ആരും അവിടെ എത്തിയിട്ടില്ല. വനം മന്ത്രി മാത്രമാണ് അവിടെ എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വേദന ഉളവാക്കുന്നതാണോ? തീർച്ചയായും അത് വേദന ഉളവാക്കുന്നതാണ്. കാരണം ഇത്രയും വലിയൊരു ദുരന്തം നടന്നു. ഈ ദുരന്തം മറ്റെവിടെയെങ്കിലുമാണ് നടന്നിരുന്നതെങ്കിൽ സർവ്വസന്നാഹങ്ങളുമായി നമ്മുടെ എല്ലാ സർക്കാരും അവിടെ എത്തി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമായിരുന്നു. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എല്ലാ ഉദാഹരണങ്ങളും ഇവിടെ സൂചിപ്പിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ തീരദേശത്തോടൊപ്പം നിൽക്കുന്നവരാണെന്ന് പറയുന്നവർ, തീരദേശത്തോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഈ ഒരു അപകട സാഹചര്യമുണ്ട്, ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇന്നിതുവരെ മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയിട്ടില്ല.
ഫിഷറീസ് വകുപ്പ് മന്ത്രി സ്ഥലത്തെത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും നാട്ടിലുണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമാണ്. അദ്ദേഹത്തിന്റെ ഒരു മീഡിയ ബൈറ്റ് മാത്രമാണ് ഈ വിഷയത്തിൽ ഞാൻ കണ്ടത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി സ്ഥലത്തെത്തിയിട്ടില്ല. മന്ത്രി സ്ഥാനത്ത് നിന്നും, അതായത് മന്ത്രിതലത്തിൽ നിന്നും ആകെ എത്തിയിട്ടുള്ളത് ഷിബു ബേബി ജോൺ സാറാണ്. അദ്ദേഹം എത്തി, കുടുംബത്തെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. അതോടൊപ്പം തന്നെ കുടുംബം മുന്നോട്ട് വച്ച കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിക്കുകയും സിസ്റ്റത്തിൽ വീഴ്ചയുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, അദ്ദേഹം പറഞ്ഞത് എന്താണ്? നീന്താൻ അറിയുന്നത് മാത്രമല്ല മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ മാനദണ്ഡം, മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനാവണം. അതോടൊപ്പം തന്നെ കടലിനെയും കടൽ മനുഷ്യരെയും കടൽ ജീവിതത്തെയും അറിയുന്നവരാണ് ഇവിടേക്ക് എത്തേണ്ടത്, മറൈൻ എൻഫോഴ്സ്മെന്റിലും അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസ് സേനയിൽ ഉൾപ്പെടെ. എന്നാൽ അവർക്ക് പ്രോപ്പറായിട്ട് രക്ഷിക്കാൻ സാധിക്കും. അവർക്ക് കടലറിയാം, കടലിന്റെ ഒഴുക്ക് എങ്ങോട്ടാണെന്ന് അറിയാം. ആ സംവിധാനത്തിലെ വീഴ്ച എന്താണ് എന്നത് ഒരു തരത്തിൽ അംഗീകരിക്കുക കൂടിയായിരുന്നു അവിടെ സന്ദർശിച്ച വനം മന്ത്രി എന്നതാണ് ലിനോ സൂചിപ്പിച്ചത്. ഞാൻ ലിനോയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ നമുക്കൊപ്പം ചേരുന്നു. ജിൻഡോ, ഈ സർക്കാർ അധികാരമേറ്റിട്ട് 3 മാസമാകാൻ പോകുന്നതേയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.